നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. അങ്ങനെ ഒരു ദിവസം അവധിക്ക് ശേഷം നമ്മൾ മാർക്കറ്റിലേക്ക് വന്നു. ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയറിൻ്റെ തുടക്കമാണ് ഇന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ ഫിനാൻഷ്യൽ ഇയർ ആശംസകൾ നേരുന്നു. അപ്പോൾ പുതിയ ഫിനാൻഷ്യൽ ഇയറിൻ്റെ ആദ്യത്തെ ദിവസത്തിൽ തന്നെ നമുക്കൊരു പുതിയ പോസിറ്റീവായിട്ടുള്ള വാർത്തയാണ് ഉള്ളത്. US മാർക്കറ്റിൽ യുദ്ധം തീർന്നു എന്നുള്ള പ്രതീതി ജനിപ്പിക്കുന്ന രീതിയിലുള്ള റാലിയാണ് ഇന്നലെ കണ്ടത്. 1000 പോയിന്റ് ഡോ ജോൺസ് റാലി രേഖപ്പെടുത്തി. കൂടാതെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളും US മാർക്കറ്റിലുള്ള US IT കമ്പനീസിലും എന്തിനു പറയുന്നു, ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന US ഫ്യൂച്ചറും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ ഫ്യൂച്ചറും പോസിറ്റീവാണ്. നമുക്ക് ഇന്നൊരു 500 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പിൻ്റെ അടുത്ത് എക്സ്പെക്റ്റ് ചെയ്യാം. മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് വലിയൊരു വലിയൊരു നെഗറ്റീവ് ന്യൂസാണ്. മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക്, നിക്ഷേപകരെ സംബന്ധിച്ച് ഒരു ചെറിയ ആശ്വാസം, വലിയ ആശ്വാസമല്ല, ചെറിയ ആശ്വാസം. കാരണം ഭീകരമായ രീതിയിൽ ഇടിഞ്ഞിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മുടെ നിഫ്റ്റി ഉണ്ടായിരുന്നത് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ. അപ്പോൾ ഈ ഒരു മാസം തന്നെ FIS ഏറ്റവും കൂടുതൽ സെല്ല് നടത്തിയ ഒരു മാസം ഇപ്പോൾ ഈ നമുക്ക് കടന്നു പോയിട്ടുള്ളത്. 1,22,540 കോടി രൂപ FIS ഇന്ത്യൻ മാർക്കറ്റിൽ മാർച്ച് മാസം സെല്ല് നടത്തി. മാർച്ച് മാസത്തിൽ ഒരുപാട് കാര്യങ്ങൾ നടന്നു. വലിയ ലെങ്ത്തുള്ള മാസമായിരുന്നു മാർച്ച് മാസം. 31 ദിവസങ്ങൾ ഉണ്ട്. അതുമാത്രമല്ല, ഒരുപാട് ഗ്ലോബൽ ഈവൻറ്റുകൾ നടന്നു, ഈ ലോക്കൽ ഈവൻറ്റുകൾ നടന്നു. പതിയാണ് ഈ ഒരു മാർച്ച് മാസം നമ്മളിൽ നിന്ന് പോയത്. അപ്പോൾ അങ്ങനെ 1,22,000 കോടി രൂപയുടെ സെല്ല് FIS നടത്തി. ഇനി നമുക്ക് ഞാൻ നേരെ സൂചിപ്പിച്ച പോലെ തന്നെ ഗ്ലോബൽ മാർക്കറ്റ് ഒന്ന് കണ്ടുവരാം. ഏറ്റവും താഴെ കാണാം. ഏറ്റവും താഴെ US വിക്സ് ക്രാഷ് ചെയ്തു, 20% ക്രാഷ് ചെയ്ത് 23. നാസ്ഡാക്ക് കാണാം 3.8% റാലി, ഡോ 2.5% റാലി. പിന്നെ അതിന് മുകളിലുള്ള 3 യൂറോപ്യൻ മാർക്കറ്റും പ്ലസ് ആയിരുന്നു. പിന്നെ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ജപ്പാൻ മാർക്കറ്റ് 3.63% റാലി, കോസ്പി ആവട്ടെ 6% റാലി, ഓസ്ട്രേലിയ 1.4% റാലി. നാസ്ഡാക്ക് ഫ്യൂച്ചർ, ഡോ ഫ്യൂച്ചർ എല്ലാം തന്നെ പോസിറ്റീവാണ്. നിഫ്റ്റി 22,890 നാച്ചുറൽ ഗ്യാസ് 2.8. എന്നാൽ ബ്രന്റ് ഓയിൽ ഇടിഞ്ഞിട്ടൊന്നുമില്ല, $105 പെർ ബാരലാണ്. ബിറ്റ്കോയിൻ 68,000 ആയി. സിൽവർ കാണാം, സിൽവർ $75 ഉള്ളത്. ഗോൾഡ് കാണാം $28 ഉയർന്ന് $4,696 ഗോൾഡിൻ്റെ പെർ ഔൺസിന് ഇപ്പോൾ US ഡോളറിൽ ഉള്ളത്. ഇത് US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളാണ്. എല്ലാ ഇൻഫോസിസ്, വിപ്രോ, ICIC, HDFC, ഡോക്ടർ റെഡ്ഡി എല്ലാം തന്നെ പോസിറ്റീവായിരുന്നു. ഇത് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന യൂറോപ്യൻ ഫ്യൂച്ചറാണ്. ജർമ്മൻ, ഫ്രാൻസ്, UK മാർക്കറ്റുകൾ ഫ്യൂച്ചർ മാർക്കറ്റ് പ്ലസ്സിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഓപ്പൺ ആവുന്ന ഉച്ചയ്ക്ക് 2 മണിക്കാണ്. പക്ഷേ ഫ്യൂച്ചർ നമുക്കിപ്പോൾ ട്രാക്ക് ചെയ്യാം. ഇത് US IT കമ്പനീസാണ്. ഇന്നലെ പെർഫോമൻസ് നടത്തിയ IT കമ്പനീസിൽ കാണാം NVIDIA, ആമസോൺ, ഗൂഗിൾ, ആപ്പിൾ, മെറ്റ, ഫേസ്ബുക്ക്, മൈക്രോസോഫ്റ്റ്, ടെസ്ല, ഇൻറ്റൽ, നെറ്റ്ഫ്ലിക്സ് എല്ലാം തന്നെ ഗംഭീരമായ റാലിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങൾ. ഇനി നമുക്ക് നേരെ സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. അപ്പോൾ അതിനു മുമ്പായിട്ട് ഇപ്പോൾ ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഇത് റിപ്പോർട്ടുകളാണ്, ഈ ഹോർമുസ് തുറന്നില്ലെങ്കിലും യുദ്ധം തീരാൻ അല്ലെങ്കിൽ നിർത്താനായിട്ടുള്ള പദ്ധതി ഉണ്ടെന്ന് ട്രംപിൻ്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അതായത് ഈ യുദ്ധത്തിന് മുമ്പേ ഹോർമുസ് തുറന്ന് കിടക്കായിരുന്നു. യുദ്ധം കാരണം കൊണ്ടാണ് അടച്ചത്. അതിനുശേഷം ഇപ്പോൾ ഇത് തുറക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ട്രംപ് പറഞ്ഞത് തുറന്നില്ലെങ്കിലും യുദ്ധം തീരുമെന്നാണ്. എത്ര വിരോധാഭാസമായ കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇനി ഇതൊക്കെ സ്റ്റേറ്റ്മെൻറ്റാണ്. ഇതിനിടെ ട്രംപ് അവിടുത്തെ സൈന്യത്തെ പിൻവലിക്കില്ല എന്നും കൂടിയും പറഞ്ഞിട്ടുണ്ട്. മിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ചൊക്കെ കൺഫേംഡ് ആണ്, കുറച്ചൊക്കെ കൺഫേംഡ് അല്ല. ഇപ്പോൾ ട്രംപ് തന്നെ പറയുന്നത് കൺഫേംഡ് അല്ലാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത്. എനിവേ, സ്റ്റോക്കുകളുടെ വാർത്തകളിൽ ഇത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല. അതിന് മുമ്പ് ഡിമാറ്റ് അക്കൗണ്ട് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇന്ത്യയുടെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറായിട്ടുള്ള അപ്സ്റ്റോക്കിൽ ഓപ്പൺ ചെയ്യാം. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് ഫ്രീ ആണ്. ഫസ്റ്റ് കമ്പനിയിൽ ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആദ്യം എയർടെലാണ്. എയർടെൽ $1 ബില്യൺ ഇവരുടെ ഡേറ്റാ സെൻറ്റർ ഡെവലപ്പ് ചെയ്യാനായിട്ട് കമ്പനി സ്പെൻഡ് ചെയ്യുന്നത്. ഹിന്ദുസ്ഥാൻ കോപ്പർ 470 കോടി രൂപയുടെ ഓർഡർ കിട്ടി. IRDA കമ്പനി, ഇവർ ജപ്പാൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ബാങ്കായിട്ടൊരു ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. കൊറോണ റെമഡീസ് കമ്പനി, ഇവർ ഡോക്ടർ റെഡ്ഡി ആയിട്ട് കൊളാബ് ചെയ്തിട്ടുണ്ട്. പേജ് ഡിജിറ്റെക് കമ്പനി 494 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ഡയമണ്ട് പവർ കമ്പനി, ഇവർക്കും ഗുജറാത്ത് എനർജി ട്രാൻസ്മിഷൻ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് പുതിയൊരു ഓർഡർ ലഭിച്ചു.
DCW ലിമിറ്റഡ് കമ്പനി എക്സ്പാൻഷൻ പ്രൊജക്റ്റ് ലോഞ്ച് ചെയ്തു. GR ഇൻഫ്ര പ്രൊജക്റ്റ്, ഗുജറാത്തിലെ റോഡ് പ്രൊജക്റ്റ് ഇവർക്ക് ലഭിച്ചു. 1453 കോടി രൂപയുടെ ഓർഡർ. ഓയിൽ ഇന്ത്യ കമ്പനി ഇവർ ക്രൈസിസ് IMT ആയിട്ട് ഒരു ജോയിൻറ്റ് വെഞ്ചർ ക്രിട്ടിക്കൽ മിനറലിൻ്റെ ബിസിനസ് ചെയ്യാൻ ധാരണയായി. കോഫോർജ് കമ്പനി RBI ഈ FISൻ്റെ ഭാഗത്തു നിന്നുള്ള ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള അപ്രൂവൽ കമ്പനിക്ക് ലഭിച്ചു. ടെക്സ്മാക്കോ റെയിൽ കമ്പനി 357 കോടി രൂപയുടെ ഓർഡർ കിട്ടി. ലുപ്പിൻ അവരുടെ പുതിയ മെഡിസിന് US ഡ്രഗ് കൺട്രോൾ അതോറിറ്റിയുടെ അംഗീകാരം ലഭിച്ചു. BEL കമ്പനിക്ക് 19 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. കുപ്പിഡ് ഇവരുടെ ഫിനാൻഷ്യൽ ഗൈഡൻസ് 3.35 ബില്യൺ റുപ്പീസായിട്ട് ഉയർത്തി. ഒബ്രോയ് റിയാലിറ്റി കമ്പനിയാണ്. ഇവർ 1240 സ്ക്വയർ മീറ്ററിൽ പുതിയ മുംബൈയിൽ ഒരു റീഡെവലപ്മെൻറ്റ് പ്രൊജക്റ്റ് ചെയ്യാൻ ധാരണയെന്നുള്ളതാണ് സ്റ്റോക്കുകളുടെ വാർത്തകൾ. ഇത് നമുക്ക് ഓപ്പൺ ഇൻട്രസ്റ്റുകൾ പരിശോധിക്കുമ്പോൾ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. 22,300 നിഫ്റ്റിയുടെ സ്പോട്ട് ഉള്ളത്. PCR കാണുന്നത് 0.7 ആണ്. ബീറിഷായ അവസ്ഥയിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ കോൾ സൈഡിൽ കാണാൻ സാധിക്കും 22,500 റേഞ്ചുകൾ ഹ്യൂജ് ഷോർട്ട് ഉണ്ട് ആളുകൾ. അതായത് 22,500 എത്തില്ല എന്നുള്ള പെർസ്പെക്റ്റീവിൽ 23,000 എത്തില്ല എന്നുള്ള പെർസ്പെക്റ്റീവിലാണ് ആളുകൾ ഹ്യൂജായിട്ട് കോൾ റൈറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഈ 23,000 തന്നെയാണ് മാർക്കറ്റ് ഓപ്പൺ ആകുക. അതായത് ഇവരുടെ സ്ട്രൈക്കുകളെല്ലാം തന്നെ ഇൻ ദ മണിയിലേക്ക് പോകും. സ്വാഭാവികമായ രീതിയിൽ ഒരു ലോസ് ബുക്ക് ചെയ്യും. അതായത് ലോസ് ബുക്ക് ചെയ്ത് ഇറങ്ങുന്നത് അതൊരു ബൈ എൻട്രി ആവും. അതിന് നമ്മൾ ഷോർട്ട് കവറിങ് എന്ന് പറയും. അപ്പോൾ അത്തരത്തിൽ മാർക്കറ്റിൻ്റെ ആദ്യത്തെ 5 മിനിറ്റിൽ തന്നെ ഇപ്പോൾ നിഫ്റ്റിയുടെ എക്സ്പയറി നെക്സ്റ്റ് 7-ാം തീയതിയാണ്. അതുകൊണ്ട് തന്നെ ഹൈ പ്രീമിയമാണ് ഉണ്ടായിരുന്നത്. ഓൾറെഡി നമ്മുടെ വിക്സ് എല്ലാം തന്നെ സ്പൈക്ക് ചെയ്തിരുന്നു. അവസാന ഡേയിലും 7% സ്പൈക്ക് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ വിക്സ് സ്പൈക്ക് ആകും. ഇനിയിപ്പോൾ ഇവർക്കുള്ള ഒരു വഴി എന്ന് പറഞ്ഞത് US മാർക്കറ്റിൽ ഇന്നലെ കണ്ടു നമ്മുടെ US വിക്സ് 26% ഒക്കെ ഒരു ഫോൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ 20%, 26 അല്ല 20%. അപ്പോൾ അതുപോലെ ഇന്ത്യൻ മാർക്കറ്റിലെ വിക്സ് കാം ഡൗൺ ആവാണ്, കൂൾ ഡൗൺ ആവുകയാണെങ്കിൽ ഒരു 20% ആദ്യത്തെ 5 മിനിറ്റിൽ ഫോൾ ആവുകയാണെങ്കിൽ ഈ പറയുന്ന 23,000 ഷോർട്ട് ചെയ്ത ആളുകൾക്ക് പ്രോഫിറ്റ് ഒന്നും വരില്ല. പക്ഷെ അവരുടെ ലോസ് ഒന്നും കുറയും. കാരണം പ്രീമിയം സെല് ചെയ്ത ആളുകളെ സംബന്ധിച്ച് പ്രീമിയം ഡ്രാസ്റ്റിക്കലി കുറയുമ്പോൾ അവരുടെ ലോസ് കുറയും. ബയേഴ്സിനെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം ഈ ഒരു വിക്സ് ക്രാഷ് ആകുകയാണെങ്കിൽ കോൾ എടുത്താലും പുട്ടെടുത്താൽ ഹ്യൂജ് ലോസാണ്. കോൾ എടുത്താലും അതിൻ്റെ ഒരു ലാഭം ഈ 500 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് കിട്ടേണ്ട ലാഭം ഇന്ന് കിട്ടാൻ സാധ്യതയില്ല. പക്ഷേ ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ വിക്സിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ഈ വിക്സിൻ ഈ ഓപ്ഷൻ്റെ ഒരുപാട് ഗ്രീക്സൊക്കെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നമ്മുടെ കൊച്ചി ഓഫീസിലും ഓൺലൈനായിട്ടൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളായിട്ടൊക്കെ ബന്ധപ്പെടാം. എനിവേ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു ഓൾ.